മാനസികവും ആത്മീയവുമായ വികാസത്തെക്കുറിച്ചുള്ള സമഗ്രമായ കാഴ്ചപ്പാടാണ് അൽഫറാബിയുടെ സിദ്ധാന്തം. പൊട്ടൻഷ്യൽ ഇന്റലക്റ്റിൽ നിന്നും ഭൗതിക രൂപങ്ങളെ മനസ്സിലാക്കുന്ന സക്രിയമായ ബുദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യബുദ്ധിക്ക് പൂർണ്ണത നേടാനുള്ള വഴി തുറക്കുന്നു. ഫ്രം ഇഗ്നറൻസ് ടു അണ്ടർസ്റ്റാൻഡിംഗ്, ഫ്രം അണ്ടർസ്റ്റാൻഡിംഗ് ടു വിസ്ഡം, ആൻഡ് ഫ്രം വിസ്ഡം ടു ഡിവൈൻ ഇലുമിനേഷൻ. റിസാല അപ്ഡേറ്റ് ആമിനത്ത് ഷരീഫ ബാഹിറ എഴുതുന്നു. അൽഫറാബിയുടെ ബുദ്ധി വ്യവഹാരങ്ങൾ. അൽഫറാബിയസ് എന്നറിയപ്പെടുന്ന അബൂ നസർ മുഹമ്മദ് അൽഫറാബി CE 870-950 കാലഘട്ടം ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിലെ ഏറെ സ്വാധീനമുള്ള ബഹുമുഖ പ്രതിഭയും തത്വചിന്തകനുമാണ്. തത്വചിന്തയിലെ മഹത്തായ സംഭാവനകൾ പരിഗണിച്ച് പ്രഥമാചാര്യനായ അരിസ്റ്റോട്ടിലിന് ശേഷം ദ്വിതീയാചാര്യൻ എന്ന വിശേഷണത്തിനുടമയായി തത്വശാസ്ത്രപരമായും ജ്ഞാനശാസ്ത്രപരമായും എപ്പിസ്റ്റമോളജി അദ്ദേഹത്തിന്റെ ചിന്താധാരയുടെ നെടും തൂണാണ്. അക്കൽ, ബുദ്ധി, യുക്തി എന്ന ആശയത്തെക്കുറിച്ച് അൽഫറാബി മുന്നോട്ട് വച്ച സിദ്ധാന്തം മനുഷ്യന്റെ ബുദ്ധി വികാസത്തെക്കുറിച്ചും പ്രപഞ്ചത്തിലെ ഉന്നതമായ ബുദ്ധിശക്തിയുമായുള്ള അതിന്റെ ബന്ധത്തെക്കുറിച്ചും സങ്കീർണമായൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നുണ്ട്. പ്രസിദ്ധമായ കിതാബ് ഫി അൽ അഖൽ, ട്രീറ്റീസ് ഓൺ ദ ഇന്റലക്ട് എന്ന കൃതിയിലൂടെ അൽഫറാബി ഗ്രീക്ക് തത്വചിന്തകരായ അരിസ്റ്റോട്ടിൽ, പ്ലാറ്റോ എന്നിവരുടെ ആശയങ്ങളെ നവപ്ലാറ്റോണിക് പ്രസരണവാദവുമായി നിയോ പ്ലാറ്റോണിക് ഇമാനേഷനിസം സമന്വയിപ്പിച്ചാണ് ഫറാബി ബുദ്ധിതലങ്ങളെ നിർവചിക്കുന്നത്. മനുഷ്യൻ എങ്ങനെയാണ് കേവലമായ സാധ്യതയിൽ നിന്ന് പൊട്ടൻസി, പൂർണ്ണമായ അറിവിലേക്കും പരമാനന്ദത്തിലേക്കും, അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എത്തിച്ചേരുന്നതെന്ന് ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നു. തന്റെ കൃതിയിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബുദ്ധിയുടെ ഘട്ടങ്ങൾ കേവലം മനഃശാസ്ത്രപരമായൊരു വിശദീകരണമായി ഒതുങ്ങുന്നില്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ധാർമ്മികത, രാഷ്ട്രീയ ദർശനം, പ്രപഞ്ചശാസ്ത്രം എന്നിവയുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സമഗ്ര സൈദ്ധാന്തിക വ്യവസ്ഥയായി വിലയിരുത്താം. ദാർശനിക വ്യാഖ്യാനം. ഫറാബിയെ സംബന്ധിച്ചിടത്തോളം അക്കൽ എന്നത് അറിയാനുള്ള സാധ്യത, പൊട്ടൻസിയിൽ നിന്ന് ആരംഭിച്ച് യാഥാർത്ഥ്യത്തെ അതിൻ്റെ കേവലവും സാർവത്രികവുമായ രൂപത്തിൽ ഇന്റലിജിബിൾസ് മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയും വികാസ പ്രക്രിയയുമാണ്. അഖിൽ എന്നത് കേവലം യുക്തിയല്ല, മറിച്ച് ജ്ഞാനസമ്പാദനത്തിൻ്റെയും ധാർമ്മിക പൂർണ്ണതയുടെയും താക്കോലാണെന്ന് ഫറാബി പറഞ്ഞു വെക്കുന്നു. മനുഷ്യൻ സത്യത്തെ അറിയുക വഴി ആത്യന്തികമായ സന്തോഷം നേടുന്നത് ഈ ശക്തിയിലൂടെയാണ് എന്ന് സൗഭാഗ്യലബ്ധി എന്ന കൃതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നു. ഈ പ്രക്രിയയിൽ ബുദ്ധി കേവലമായ അറിവിൽ എത്തുക മാത്രമല്ല, ശരിയായ ധാർമ്മികമായ തിരഞ്ഞെടുപ്പുകൾ നടത്താനും ഉദാത്തമായൊരു സമൂഹത്തിൽ ജീവിക്കാനും വ്യക്തിയെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ അഖിൽ എന്നത് പ്രപഞ്ച യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കുന്ന, മനുഷ്യന്റെ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആന്തരിക വിളക്ക് ആണ്. മനുഷ്യന്റെ ആത്മാവിലെ ഏറ്റവും ദൈവിക ഘടകമായ ബുദ്ധിയിലൂടെ മനുഷ്യൻ ഇന്ദ്രിയാനുഭവങ്ങൾ മറികടന്ന് സത്യത്തിന്റെ ബോധം, ഇന്റലക്ച്വൽ ട്രൂത്ത് നേടുന്നു. ഖുർആനിലെ അവർ ചിന്തിക്കുന്നില്ലയോ എന്ന ചോദ്യം അനവധി തവണ ആവർത്തിച്ചതിൽ നിന്നാണ് ഫറാബി ബുദ്ധി എന്ന ആത്മീയ ശക്തിയുടെ ദൈവിക പ്രാധാന്യം മനസ്സിലാക്കിയെടുക്കുന്നത്. ബുദ്ധിയുടെ 4 ഘട്ടങ്ങൾ. അൽഫറാബിയുടെ ബുദ്ധി സിദ്ധാന്തം മനുഷ്യൻ എങ്ങനെയാണ് ഭൗതിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുക്തമായ അമൂർത്തമായ ആബ്സ്ട്രാക്ട് അറിവുകൾ നേടുന്നതെന്നും ആത്യന്തികമായ പൂർണ്ണതയിലേക്ക്, അൾട്ടിമേറ്റ് പെർഫെക്ഷൻ എങ്ങനെ എത്താമെന്നും വിശദീകരിക്കുന്നു. മനുഷ്യ മനസ്സിന്റെ വികാസത്തെയും അറിവ് നേടുന്നതിലെ ക്രമാനുഗതമായ പുരോഗതിയെയും സൂചിപ്പിക്കുമ്പോൾ ആദ്യത്തെ 3 തലങ്ങൾ
മനുഷ്യന്റെ മാനസിക നിലകളെ പ്രതിനിധീകരിക്കുകയും നാലാമത്തെ തലം പ്രപഞ്ചത്തിലെ ഒരു ഉന്നത ശക്തിയായി നിലകൊള്ളുന്നുവെന്നും മനസ്സിലാക്കാം. പൊട്ടൻഷ്യൽ ഇന്റലക്ട് ഒന്ന്, മെറ്റീരിയൽ ഇന്റലക്ട് ദ്രവ്യാത്മക ബുദ്ധി രണ്ട്, സാധ്യത ബുദ്ധി. ഇത് അറിവിനെ ഉൾക്കൊള്ളാനുള്ള പ്രാഥമിക കഴിവ് മാത്രമാണ്. മനസ്സിന്റെ ദ്രവ്യാത്മകമായ അവസ്ഥ, അതായത് യാതൊരു രൂപവും ഇല്ലാത്തതും എന്നാൽ എല്ലാ രൂപങ്ങളെയും ഉൾക്കൊള്ളാൻ സാധ്യതയുള്ളതുമായ ഒരു അവസ്ഥ, ഇത് മനുഷ്യന്റെ ആത്മാവിൽ സോൾ ഒരു കഴിവാണ്. ആത്മാവിന്റെ ഒരു കഴിവാണ്. ഏതെങ്കിലും ഒരു അമൂർത്ത രൂപത്തെ ഇന്റലിജിബിൾ ഫോം, ഒരു അമൂർത്ത രൂപം ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു ശൂന്യത പോലെയാണിത്. ഏതെങ്കിലും ഒരു അമൂർത്ത രൂപത്തെ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു ശൂന്യത പോലെയാണിത്. ആവർത്തിക്കുന്നു. പൊട്ടൻഷ്യൽ ഇന്റലക്ട്, മെറ്റീരിയൽ ഇന്റലക്ട്, അതായത് ദ്രവ്യാത്മക ബുദ്ധി, സാധ്യത ബുദ്ധി. ഇത് അറിവിനെ ഉൾക്കൊള്ളാനുള്ള പ്രാഥമിക കഴിവ് മാത്രമാണ്. മനസ്സിന്റെ ദ്രവ്യാത്മകമായ അവസ്ഥ, അതായത് യാതൊരു രൂപവും ഇല്ലാത്തതും എന്നാൽ എല്ലാ രൂപങ്ങളെയും ഉൾക്കൊള്ളാൻ സാധ്യതയുള്ളതുമായ ഒരവസ്ഥ, ഇത് മനുഷ്യന്റെ ആത്മാവിന്റെ ഒരു കഴിവാണ്. ഏതെങ്കിലും ഒരു അമൂർത്ത രൂപത്തെ ഉൾക്കൊള്ളാൻ സാധ്യതയുള്ള ഒരു ശൂന്യത പോലെയാണിത്. അറിവിന് യോഗ്യമായെങ്കിലും അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത മനുഷ്യൻ ജനിക്കുമ്പോഴുള്ള അവസ്ഥ, സംവേദനാത്മക രൂപങ്ങളെ, സെൻസറി ഫോംസ്, അവയുടെ ഭൗതികതയിൽ നിന്ന് വേർതിരിച്ച് കേവലമായ ആശയങ്ങളായി ഉൾക്കൊള്ളാനുള്ള സാധ്യത ഈ തലത്തിലാണ് കുടികൊള്ളുന്നത്. ഈ അവസ്ഥയിൽ ബുദ്ധിക്ക് യഥാർത്ഥത്തിൽ അറിവില്ല, പക്ഷേ അറിയാനുള്ള കഴിവ് പൂർണ്ണമായി ഉണ്ട്. ഫറാബിയുടെ കാഴ്ചയിൽ ഈ ബുദ്ധി അവകാശപ്പെട്ട ശേഷി മാത്രമാണ്. അതിൽ നിന്ന് ശരിയായ ബുദ്ധിയിലേക്കുള്ള വളർച്ചയാണ് മനുഷ്യന്റെ വിദ്യാഭ്യാസവും ആത്മീയ പരിപക്വതയും. അരിസ്റ്റോട്ടിലിന്റെ നോസ് ഹൈലിക്കോസ് എന്ന ആശയത്തിന് സമാനമാണിത്. ആക്ച്വൽ ഇന്റലക്ട്, പ്രവർത്തനമായ ബുദ്ധി, സക്രിയമായ ബുദ്ധി, സാധ്യതയിലുള്ള ബുദ്ധി, ബാഹ്യവസ്തുക്കളിൽ നിന്ന് ആശയങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ആരംഭിക്കുമ്പോൾ, അതായത് ഇന്ദ്രിയാനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന രൂപങ്ങളെ അമൂർത്തീകരിക്കാൻ തുടങ്ങുമ്പോൾ അത് സക്രിയമായ ബുദ്ധിയായി മാറുന്നു. മനുഷ്യൻ അനുഭവങ്ങൾ, നിരീക്ഷണം, പഠനം എന്നിവയിലൂടെ അറിവ് പ്രവർത്തനത്തിലാക്കുമ്പോൾ ബുദ്ധി ഈ ഘട്ടത്തിലേക്ക് വളരുന്നു. ഈ ഘട്ടത്തിൽ മനുഷ്യൻ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള ബോധം വളർത്തുന്നു. അതായത് ബുദ്ധിയുടെ നൈതികത ഇവിടെ ആരംഭിക്കുന്നു. സക്രിയമായ ബുദ്ധി കൈവരിക്കുന്നതോടെ ഒരാൾ ചിന്തിക്കാനും യുക്തിസഹമായി വിലയിരുത്താനും കഴിവുള്ള വ്യക്തിയായി മാറുന്നു. ഇവിടെ ബുദ്ധി പ്രാഥമിക യുക്തിപരമായ തത്വങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു. ഭൗതികമായ അനുഭവങ്ങളിലൂടെ തെളിയിക്കേണ്ട ആവശ്യമില്ലാത്തതും മനുഷ്യന്റെ ബുദ്ധിക്ക് സ്വയമേവ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ സാർവത്രിക സത്യങ്ങളാണിവ. ഇവയെക്കുറിച്ചുള്ള അറിവ് ബുദ്ധി സ്വയം ഉൽപ്പാദിപ്പിക്കുകയോ മറ്റൊരാൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. മറിച്ച് യുക്തിപരമായ പ്രവർത്തനം തുടങ്ങുമ്പോൾ അത് സ്വാഭാവികമായി തന്നെ ഉൾക്കൊള്ളും. അക്വേർഡ് ഇന്റലക്ട്, ആർജിത ബുദ്ധി, മനുഷ്യബുദ്ധിയുടെ ഏറ്റവും ഉയർന്നതും പൂർണ്ണവുമായ വികാസമാണിത്. ഈ തലത്തിൽ ബുദ്ധി കേവലം ഭൗതിക വസ്തുക്കളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ആശയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറിച്ച് ഭൗതികതയുമായി ബന്ധമില്ലാത്തതും പ്രപഞ്ചത്തിൽ എപ്പോഴും സക്രിയമായി നിലനിൽക്കുന്നതുമായ സക്രിയ ബുദ്ധിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ ഇതിന് കഴിയുന്നു. സക്രിയ ബുദ്ധിയിൽ നിന്നുള്ള പ്രകാശനം, ഇമനേഷൻ സ്വീകരിക്കുന്നതിലൂടെ മനുഷ്യബുദ്ധിക്ക് ഭൗതികാനുഭവങ്ങൾ ആശ്രയിക്കാതെ തന്നെ പ്രഥമ തത്വങ്ങളെക്കുറിച്ചും വേർതിരിക്കപ്പെട്ട രൂപങ്ങളെക്കുറിച്ചും ഉള്ള അറിവ് നേടാൻ സാധിക്കുന്നു.
ഈ അവസ്ഥ കൈവരിക്കുന്ന വ്യക്തി തൻ്റെ ചിന്താശേഷിയുടെ പൂർണ്ണതയിലെത്തുകയും പരമാനന്ദം നേടാനുള്ള അറിവ് കരഗതമാക്കുകയും ചെയ്യുന്നു. അമൂർത്തമായ അറിവുകൾ നേടുന്നതിലൂടെ ബുദ്ധി അതിൻ്റെ പരമാവധി പൂർണ്ണതയിലെത്തുന്ന അവസ്ഥയാണിത്. ഈ ഘട്ടത്തിലെത്തുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് ബാഹ്യമായൊരു വസ്തുവിന്റെ സഹായമില്ലാതെ തന്നെ അമൂർത്ത രൂപങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുന്നു. ഇതൊരു വ്യക്തിയുടെ ജ്ഞാനപരമായ ഉത്ബോധനത്തിന്റെ പാരമ്യമാണ്. പ്രവാചകന്മാർക്കും തത്വചിന്തകർക്കും ഈ തലത്തിലുള്ള ബന്ധത്തിലൂടെയാണ് ഉന്നതമായ അറിവ് ലഭിക്കുന്നതെന്നാണ് ഫറാബിയുടെ കാഴ്ചപ്പാട്. ഈ ബുദ്ധി സജീവ ബുദ്ധിയിൽ നിന്ന് നേരിട്ട് അറിവ് നേടാനുള്ള കഴിവ് നേടുകയും മനുഷ്യൻ വെളിപ്പെടുത്തലിനും ബുദ്ധിക്കുമിടയിലെ ബന്ധം കണ്ടെത്തുകയും ചെയ്യുന്നു. അറിവ് വെറും വിവരമെന്നതിനപ്പുറം അത് ജ്ഞാനം ആയി മാറുന്നു. ഇതാണ് പ്രവാചകത്വത്തിന്റെ ദാർശനിക അടിസ്ഥാനമെന്ന് ഫറാബി പഠിപ്പിക്കുന്നു. ആക്റ്റീവ് ഏജന്റ് ഇന്റലക്ട്, സജീവ ബുദ്ധി. ഇത് മനുഷ്യന്റെ മാനസിക നിലകളിൽ ഉൾപ്പെടുന്ന ബുദ്ധിയല്ല, മറിച്ച് പ്രപഞ്ചത്തിൽ നിലകൊള്ളുന്ന ഭൗതിക ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും രൂപം നൽകുന്ന ഒരു ബാഹ്യ ശക്തിയാണ്, സെപ്പറേറ്റ് സബ്സ്റ്റൻസ്. മനുഷ്യന്റെ ബുദ്ധിയെ സജീവമാക്കുന്ന മാധ്യമമായും മനുഷ്യന്റെ ബുദ്ധിക്ക് ബാഹ്യമായ ഒരു സ്രോതസ്സായും ഇത് വർത്തിക്കുന്നു. മനുഷ്യന്റെ അറിവ് നേടുന്ന പ്രക്രിയയുടെ പൂർണ്ണതയ്ക്ക് ഈ ബുദ്ധിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ ബുദ്ധിയാണ് പ്രപഞ്ചത്തിലെ ഭൗതിക രൂപങ്ങൾക്ക് രൂപം നൽകുന്നതിലും മനുഷ്യബുദ്ധിക്ക് അറിവ് പ്രദാനം ചെയ്യുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നത്. ഈ ബുദ്ധിയുടെ ഇടപെടലിലൂടെയാണ് സാധ്യതയിലുള്ള ബുദ്ധിക്ക് സക്രിയമാകാനും ഒടുവിൽ ആർജിത ബുദ്ധിയുടെ തലത്തിലേക്ക് ഉയരാനും സാധിക്കുന്നത്. ഇതിലൂടെയാണ് പ്രവാചകന്മാർക്കും സൂഫി വര്യർക്കും ഉന്നതമായതും തെറ്റില്ലാത്തതുമായ ജ്ഞാനം, ഡിവൈൻ നോളജ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പൂർണ്ണമായ ബുദ്ധിപരമായ വികാസത്തിന് സഹായിക്കുന്ന ഒരു ദൈവിക വെളിച്ചം അഥവാ പ്രകാശനം, ഇമിനേഷൻ ആയി സക്രിയ ബുദ്ധിയെ കണക്കാക്കാം. ഈ ബന്ധപ്പെടൽ വഴി മനുഷ്യന് തെറ്റുകൾ സംഭവിക്കാത്ത ഉന്നതമായ തത്വങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കുകയും തൽഫലമായി അവൻ ആത്യന്തിക ലക്ഷ്യമായ പരമാനന്ദത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ആശയത്തെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് തൻ്റെ തഹ്സിൽ അസ്ആദ എന്ന കൃതിയിൽ അൽ-ഫറാബി രേഖപ്പെടുത്തുന്നു: When the human intellect attains conjunction with the active intellect, it attains the highest felicity. Sada, Tahsil al-Sada, ഫ്രാൻസ് മഹദി, 1962. ഈ പ്രസ്താവനയിലൂടെ കേവലം യുക്തിപരമായ അറിവുകൾക്കപ്പുറം ആത്മീയവും ദാർശനികവുമായ പൂർണ്ണത കൈവരിക്കാൻ ഉന്നതമായ ബുദ്ധിയുമായുള്ള ബന്ധം അനിവാര്യമാണെന്ന് ഫറാബി സ്ഥാപിക്കുന്നു. പ്രവാചകത്വത്തിന്റെ ആധാരം. അൽ ഫറാബിയുടെ സിദ്ധാന്തത്തിൽ പരമമായ അറിവ് നേടുന്നതിൽ വഹിക്കുന്ന പങ്ക് പ്രവാചകത്വത്തെ, പ്രോഫറ്റ്ഹുഡ്, വിശദീകരിക്കാൻ ഉപയോഗിക്കുന്നു. ബുദ്ധിയുടെ മൂന്നാം ഘട്ടമായ അഖ്ൽ അൽ മുസ്തഫാദ് നേടുന്നതിലൂടെ തത്വചിന്തകൻ യുക്തിപരമായ വെളിപാടുകൾ, റാഷണൽ ഇലുമിനേഷൻ നേടുന്നു. എന്നാൽ പ്രവാചകന്മാർ ഇതിലും ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നു. പ്രവാചകരുടെ ആത്മാവിലെ ഭാവനാത്മക കഴിവ്, ഇമാജിനേറ്റീവ് ഫാക്കൽറ്റി, അൽ ഖുവ്വ അൽ മുതഖയ്യില വളരെ ശക്തമായതിനാൽ സജീവ ബുദ്ധിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന അറിവ് യുക്തിപരമായ രൂപത്തിൽ മാത്രമല്ല, പ്രതീകാത്മകമായ ദൃശ്യങ്ങളുടെയും ചിത്രങ്ങളുടെയും ശ്രവ്യാനുഭവങ്ങളുടെയും രൂപത്തിലും സ്വപ്നങ്ങളിലും മറ്റും അവർക്ക് ലഭിക്കുന്നു. തത്വചിന്തകൾ സജീവ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് യുക്തിപരമായ സത്യം, ലോഗോസ്, നേടുമ്പോൾ പ്രവാചകന്മാർ സജീവ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് യുക്തിപരമായ സത്യവും
അതിൻ്റെ ഭാവനാത്മകമായ പ്രതിഫലനവും നേടുന്നു. ഇതിലൂടെ പ്രവാചകന്മാർ ബുദ്ധിപരമായ സത്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റി നൽകുന്നു. ഇത് മതനിയമങ്ങൾക്കും ഭരണകൂടത്തിനും അടിത്തറയിടുന്നുവെന്നും ഫറാബി സമന്വയിപ്പിച്ച് വാദിക്കുന്നു. പിൽക്കാല ചിന്താധാരകളിലെ സ്വാധീനം. ഫറാബി സിദ്ധാന്തങ്ങൾ ഗ്രീക്ക് തത്വചിന്തയെ അരിസ്റ്റോട്ടലിയൻ, പ്ലാറ്റോ, ഇസ്ലാമിക ദൈവശാസ്ത്രവുമായി കൂട്ടിയിണക്കിയ അനന്യമായ ഒരു ആശയമായിരുന്നു. ഈ സമന്വയം ഇസ്ലാമിക തത്വചിന്തയുടെ പിൽക്കാല വികാസത്തിന് നിർണായകമായ ഒരു അടിത്തറ നൽകി. ഇബ്നു സീന തന്റെ പ്രശസ്തമായ ബുദ്ധി സിദ്ധാന്തത്തിൽ ഇന്റലക്ട് തിയറി ഫറാബിയുടെ ഘടനകളെ നിലനിർത്തി. എങ്കിലും അഖിൽ അൽ മുസ്തഫ അക്വേർഡ് ഇന്റലക്ട് എന്ന ഘട്ടത്തെ കൂടുതൽ ആത്മീയവും മെറ്റാഫിസിക്കൽ സ്വഭാവവുമുള്ള അഖിൽ ഖുദ്സി സാക്രഡ് ഇന്റലക്ട് എന്ന നിലയിലേക്ക് വികസിപ്പിച്ചു. ഇവിടെ തത്വചിന്തകന്റെ ആത്മാവ് സജീവ ബുദ്ധിയുമായി ആക്റ്റീവ് ഇന്റലക്ട് സ്ഥാപിക്കുന്ന ഇത്തിസാൽ, കൺജക്ഷൻ, യുക്തിപരമായ വെളിച്ചമായും പ്രവാചകന് ലഭിക്കുമ്പോൾ മതപരമായ വെളിപാടിന്റെ അടിസ്ഥാനവുമായി മാറുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും സജീവ ബുദ്ധിയെ ഒരു പ്രപഞ്ചപരമായ സത്തയായി കൃത്യമായി സ്ഥാപിക്കുകയും ചെയ്തു. അതേസമയം ഇബ്നു റുഷ്ദ് ഫറാബിയുടെയും അരിസ്റ്റോട്ടലിന്റെയും ആശയങ്ങൾ കൂടുതൽ ശുദ്ധമായ അരിസ്റ്റോട്ടലിയൻ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം സജീവ ബുദ്ധിക്ക് ബാഹ്യമായൊരു സ്ഥാനമാണ് നൽകിയത്. ഈ സജീവ ബുദ്ധി വ്യക്തിഗത ബുദ്ധിയുമായി സംയോജിക്കുന്നതിനെ ഇബ്നു റുഷ്ദ് കൂടുതൽ തീവ്രമായ രീതിയിൽ വ്യാഖ്യാനിച്ചു. ആക്റ്റീവ് ഇന്റലക്റ്റിനെ സമസ്ത മനുഷ്യരാശിക്കും പൊതുവായ ഒരേ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന സർവ്വസാധാരണ ബുദ്ധിയാണെന്നും അതിനാൽ അറിവിന്റെ പരമാവധി കൈവരിക്കൽ വ്യക്തിയുടെ ആത്മീയ യാത്രയെക്കാളും മനുഷ്യന്റെ പൊതുവായ ബൗദ്ധിക സംസ്കാരത്തിന്റെ പുരോഗതിയോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും സ്ഥാപിച്ചു. ഇത്തരത്തിൽ ഫറാബിയുടെ സിദ്ധാന്തം പിൽക്കാല ചിന്തകർക്ക് തങ്ങളുടെ നിലപാടുകൾ ഉറപ്പിക്കാനുള്ള ഒരു ദാർശനിക വേദിയായി വർത്തിച്ചു. അൽഫറാബിയുടെ ബുദ്ധിയുടെ തലങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തം മനുഷ്യന്റെ മാനസികവും ആത്മീയവുമായ വികാസത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് നമുക്ക് നൽകുന്നത്. സാധ്യതയിലുള്ള ബുദ്ധി എന്ന നിഷ്ക്രിയമായ അവസ്ഥയിൽ നിന്ന് ആരംഭിച്ച് ഭൗതിക രൂപങ്ങളെ മനസ്സിലാക്കുന്ന സക്രിയമായ ബുദ്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യബുദ്ധിക്ക് സ്വയം പൂർണ്ണത നേടാനുള്ള വഴി തുറക്കുന്നു. ഈ യാത്രയുടെ പരമമായ ലക്ഷ്യം ആർജിത ബുദ്ധിയുടെ തലമാണ്. ഈ നിലയിൽ ബുദ്ധിക്ക് പ്രപഞ്ചത്തിലെ ഉന്നത ശക്തിയായ സക്രിയ ബുദ്ധിയുമായി സംയോജിക്കാൻ സാധിക്കുന്നു. ഈ 4 തലങ്ങളിലൂടെയുള്ള ആരോഹണം കേവലം ജ്ഞാനസംവാദനം മാത്രമല്ല, മറിച്ച് അറിവിലൂടെ ആത്യന്തികമായ സന്തോഷവും ധാർമ്മിക പൂർണ്ണതയും നേടാനുള്ള മനുഷ്യന്റെ പരിശ്രമമാണ്. ഫറാബിയുടെ ബുദ്ധി സിദ്ധാന്തം ഇസ്ലാമിക തത്വചിന്തയിൽ വിജ്ഞാനശാസ്ത്രത്തെയും ധാർമ്മികതയെയും സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ അസ്തിത്വപരമായ ലക്ഷ്യത്തിലേക്കുള്ള യുക്തിപരമായ മാർഗം അടയാളപ്പെടുത്തുന്നു. ഈ സൈദ്ധാന്തിക വ്യവസ്ഥയുടെ സ്വാധീനം ഇസ്ലാമിക തത്വചിന്തയിൽ ഇന്നും പ്രകടമാണ്. സജീവ ബുദ്ധിയിൽ നിന്നുള്ള പ്രകാശനം സ്വീകരിച്ച് ആത്യന്തികമായ സത്യം നേടുക എന്ന ഫറാബിയുടെ ആശയം ഇസ്ലാമിലെ സൂഫി തത്വചിന്തയ്ക്ക് യുക്തിപരമായ അടിത്തറ നൽകുകയും ബുദ്ധിപരമായ സത്യത്തെ ആത്മീയ അനുഭവത്തിലൂടെ കൈവരിക്കുന്നതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. കൂടാതെ സാധ്യതയിലുള്ള ബുദ്ധിയിൽ നിന്ന് സക്രിയ ബുദ്ധിയിലേക്കും ആർജിത ബുദ്ധിയിലേക്കുമുള്ള മനുഷ്യന്റെ ക്രമാനുഗതമായ വികാസം ആധുനിക ജ്ഞാനശാസ്ത്രത്തിലും മനഃശാസ്ത്രത്തിലും പ്രത്യേകിച്ച് അറിവ് എങ്ങനെ നേടുന്നു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലുമൊക്കെ പ്രസക്തമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു.